വോട്ട് മോഷണ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. സിബി ജോസഫ് ചേരുകയാണ്. സിബി, ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? രോഹിത് പാണ്ഡെ എന്നാണ് ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി ലഭിക്കുന്നത്. ഇത് പ്രധാനമായി പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ച് ബംഗളൂരിലെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂൻസി, അതായത് ബംഗളൂരിലെ സെൻട്രൽ ലോക്സഭാ സീറ്റില് 2024 ലോക്സഭാ സീറ്റിലെ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, ഇതിന്റെ പ്രസിദ്ധീകരണം, ഇതിന്റെ സുതാര്യത അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നും ഇതിനുവേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നിർദ്ദേശം നടത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വോട്ട് ചോരി വിഷയത്തിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധവുമായി പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കണം എന്ന ആവശ്യം കൂടിയാണ് മുന്നിട്ട് വയ്ക്കുന്നത്. ഇതിന്റെ സുതാര്യതയും വ്യാജ കൂട്ടിച്ചേർക്കലും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ഇതിലെല്ലാം നിലയും കൃത്യമായ അന്വേഷണം വേണമെന്നും കൃത്യമായ സുതാര്യത ജനങ്ങൾക്ക് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അത് ഉന്നയിച്ചുകൊണ്ടാണ് ഒരു പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായ സംഘം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് ഇനിയൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു ഹർജി വന്നിരിക്കുന്നത്.